സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം ഉൾപ്പെടെ 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? അടുത്ത 3 മണിക്കൂർ നമ്മുടെ സംസ്ഥാനത്തെ കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നേരത്തെ കേരളത്തിൽ മഴയ്ക്ക് അനുകൂലമായ പ്രത്യേക കാലാവസ്ഥാ സംവിധാനമൊന്നും നിലവിലില്ല എന്നുള്ളതായിരുന്നു അറിയിപ്പ്. എന്നാൽ കർണാടകയുടെ ഉൾപ്രദേശങ്ങളിൽ തമിഴ്നാടിന് മുകളിലൂടെ നീങ്ങുന്ന ഒരു ന്യൂനമർദ്ദ പാത്തിയുണ്ട്. അതിന്റെ സ്വാധീനവും അതോടൊപ്പം തന്നെ കേരളത്തിലെ കിഴക്കൻ മലയോര മേഖലകളിൽ ഈ കാറ്റിന്റെ വിൻ കൺവെർജൻസ് ഉണ്ടാകുന്ന ഒരു സാധ്യത. അതായത് കിഴക്കൻ കാറ്റും പടിഞ്ഞാറൻ കാറ്റും ഒന്നു ചേരുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒന്നിച്ചുകൂടുന്നതിന്റെ ഒരു സ്വാധീന ശക്തിയായിട്ടാണ് കേരളത്തിൽ മഴ ശക്തമാകാനുള്ള സാധ്യത അടുത്ത മണിക്കൂറുകളിൽ കൽപ്പിക്കപ്പെടുന്നത്. 40 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റും വീശിയടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാവുകയാണെങ്കിൽ കിഴക്കൻ മേഖലകളിലേക്കായിരിക്കും കൂടുതൽ മഴ പെയ്യുക, അല്ലെങ്കിൽ ഇടനാട് പ്രദേശങ്ങളിൽ മഴ കനക്കും. എന്തായാലും 4 ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഒരു വശത്ത് കൊടും ചൂടും, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ ചൂടും ഈർപ്പമുള്ള അന്തരീക്ഷവും നിലനിൽക്കുന്നു. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ ജില്ലകളിൽ ഇപ്പോൾ മഴയ്ക്കുള്ള മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അനിൽ, സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.